ഇന്ന് നമ്മൾ മെർസൽ സിനിമയെ മുൻനിർത്തി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് വൈദ്യശാസ്ത്രം. അത് അടിസ്ഥാനപരമായി ഒരു സേവനമായിട്ടാണോ കാണേണ്ടത്, അതോ ഇന്നത്തെ കാലത്തൊരു ലാഭമുണ്ടാക്കുന്ന കച്ചവടമായി മാറുകയാണോ, അല്ലെങ്കിൽ അങ്ങനെ മാറേണ്ടതുണ്ടോ? അതെ, ഈ സിനിമ നമ്മൾ കാണുമ്പോൾ വൈദ്യശാസ്ത്ര രംഗത്തെ ഈ ധാർമ്മികമായ ആദർശങ്ങളും പിന്നെ അതിന്റെ നടത്തിപ്പിലെ ചില കഠിനമായ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ളൊരു സംഘർഷം അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. ഇത് അത്ര ലളിതമായൊരു കാര്യമല്ല ശരിക്കും. അതെ. അപ്പോ ഈ സിനിമയിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്റെ ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ആത്മാവെന്ന് പറയുന്നത് സേവനം തന്നെ ആയിരിക്കണം. ലാഭം അതിന്റെ പ്രധാന ലക്ഷ്യമാകുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് എന്റെ ഒരു നിലപാട്. ഞാൻ ഇതിനെ കാണുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. അതായത് ഈ സേവനം എന്നുള്ള ആശയം തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്, ഞാനത് അംഗീകരിക്കുന്നു. അതേസമയം ഇപ്പോഴത്തെ ഒരു ലോകത്ത് ഈ ആധുനിക വൈദ്യശാസ്ത്രം പ്രവർത്തിക്കുമ്പോഴുള്ള ചില സാമ്പത്തികവും പിന്നെ പ്രായോഗികവുമായ കാര്യങ്ങൾ അതിനെ നമുക്കങ്ങോട്ട് മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ കൂടി കണക്കിലെടുക്കണം എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഞാൻ എന്റെ ഭാഗം കുറച്ചുകൂടി വ്യക്തമാക്കാം. വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യന്റെ വേദന മാറ്റാനും ജീവൻ രക്ഷിക്കാനുമുള്ള ഒരു വലിയ ശ്രമമാണ്. അപ്പോ സിനിമയിൽ ഡോക്ടർ മാറോൺ എന്ന കഥാപാത്രം, അദ്ദേഹം ഈ ആശയത്തിന്റെ ഒരു ഉദാഹരണമാണ്. വെറും 5 രൂപ ഫീസ് വാങ്ങിയിട്ടാണ് പുള്ളി ചികിത്സിക്കുന്നത്. അതിൽ ഈ പറയുന്ന വലിയ ഓപ്പറേഷനുകൾ പോലുമുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന ഹ്യൂമാനിറ്റേറിയൻ അവാർഡൊക്കെ അതുതന്നെ ആ സേവനത്തിനുള്ള ഒരു അംഗീകാരമാണല്ലോ. അപ്പോൾ സിനിമ പറയുന്നത് ഇതാണ് ശരിക്കുള്ള ഡോക്ടർ എന്നാണ്. ഇതിന് നേരെ വിപരീതമാണ് ഡോക്ടർ ഡാനിയൽ അരോക്യരാജ്. പുള്ളിയുടെ വാക്കുകൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. മെഡിസിൻ ഒരു സേവനമല്ല, അതൊരു വലിയ ബിസിനസ് ആകാൻ പോകുന്നു. ഇത് വെറുതെ പറയുകയല്ല, പുള്ളിയുടെ പ്രവൃത്തികളിലും അത് കാണാം. അനാവശ്യമായിട്ട് സിസേറിയൻ നിർദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റലിലെ റൂം വാടക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നത്, ഇതെല്ലാം ലാഭം മാത്രം നോക്കുമ്പോൾ വരുന്ന ഒരു ധാർമ്മികമായ വീഴ്ചയാണ്. ഈ ഒരു ചൂഷണ വ്യവസ്ഥിതിയോടുള്ളൊരു പ്രതികരണമായിട്ട് കൂടി വേണം ഒരുപക്ഷെ ആ മാന്ത്രികന്റെ അക്രമപരമായ നീക്കങ്ങളെ സിനിമ കാണിച്ചു തരുന്നത്. നിങ്ങൾ പറഞ്ഞ ഡോക്ടർ മാരോന്റെ ആ സേവന മാതൃക അത് തീർച്ചയായിട്ടും ബഹുമാനം അർഹിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു ധാർമ്മിക ഔന്നത്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പ്രധാന സംശയം അതിൻ്റെ ഒരു പ്രായോഗികത, അതിൻ്റെ ഒരു നിലനിൽപ്പ്, അതിനെക്കുറിച്ചാണ്. ഇപ്പൊ സിനിമയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഡോക്ടർ ഡാനിയലിന്റെ ആ വലിയ അത്യാധുനിക സൗകര്യങ്ങളൊക്കെയുള്ള ഹോസ്പിറ്റൽ. ഇന്നത്തെ കാലത്ത് നല്ല ചികിത്സ കൊടുക്കണമെങ്കിൽ ശരിക്കും അത്തരം സൗകര്യങ്ങൾ വേണം. നല്ല ഡോക്ടർമാര്, ജീവനക്കാര്, വില കൂടിയ മെഷീനുകള്, പിന്നെ റിസർച്ച്, ഇതിനൊക്കെ ഒരുപാട് പണം വേണം. ഡോക്ടർ ഡാനിയലിന്റെ പ്രവൃത്തികൾ, ഈ പറഞ്ഞ അനാവശ്യ ചികിത്സ, ഓവർ ചാർജിങ്, അതൊക്കെ തീർച്ചയായും അധാർമികമാണ്. ഒരു രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും ഡോക്ടർ മാരോനെ പോലെ ഒരു 5 രൂപ മാത്രം വാങ്ങിച്ച് ചികിത്സിക്കാൻ തുടങ്ങിയാൽ ഈ വലിയ സിസ്റ്റംസൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു ബിസിനസ് മോഡൽ ഒരുപക്ഷെ ആവശ്യം വന്നേക്കാം. പക്ഷേ അത് തീർച്ചയായും നിയന്ത്രിക്കപ്പെടണം. ധാർമ്മികമായിരിക്കണം ഡാനിയലിനെ പോലെ. അതൊരു പൂർണ്ണമായ ചൂഷണമായി മാറരുത്. പിന്നെ മറ്റേ കാര്യം, ഈ മാന്ത്രികന്റെ പ്രതികാര രീതികൾ, ഡോക്ടർമാരെ തട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ, അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഒരു സിസ്റ്റത്തിലെ പ്രശ്നത്തിന് അക്രമം പരിഹാരമല്ലല്ലോ. നിങ്ങൾ ഈ പ്രായോഗികതയെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ മാരോന്റെ ആ 5 രൂപ മോഡൽ, അതിനെ വെറുമൊരു നടക്കാത്ത സ്വപ്നം പോലെ അങ്ങ് തള്ളിക്കളയുകയാണോ? സിനിമയിൽ പുള്ളി അത് ചെയ്യുന്നുണ്ടല്ലോ, ഒരു വിജയകരമായിട്ട് തന്നെ. ഒരുപക്ഷെ അതിന് പിന്നിൽ വേറെ വഴികളുണ്ടാവാം, സിനിമ അത് പറയുന്നില്ലെങ്കിലും പോലും. അത് സാധ്യമാണ് എന്ന് കാണിക്കുന്നതിലൂടെ ശരിക്കും വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ധാർമ്മികത എന്തായിരിക്കണം എന്നതിനൊരു ഉയർന്ന സ്റ്റാൻഡേർഡ് വെക്കുകയല്ലേ സിനിമ. ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് മാറി ഡാനിയലിനെ പോലെ ഫുൾ കച്ചവടമാകുമ്പോഴല്ലേ പ്രശ്നം. അതൊരു നല്ല പോയിന്റാണ്. ഞാൻ ആ മാതൃകയെ തള്ളിക്കളയുകയല്ല. പക്ഷേ അതിൻ്റെ ഒരു യൂണിവേഴ്സൽ പ്രാക്ടിക്കാലിറ്റി, അതാണ് എൻ്റെ സംശയം. ഡോക്ടർ മാരോൺ ഒരു ഇൻഡിവിജ്വൽ എക്സാമ്പിളാണ്, ഒരു എക്സെപ്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അതെങ്ങനെ നിലനിർത്തുന്നുവെന്ന് സിനിമ വ്യക്തമാക്കുന്നില്ല. ഒരുപക്ഷെ പുറത്തുനിന്ന് സഹായം കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായ ഒരു സെറ്റപ്പിലായിരിക്കാം പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തുള്ള ആയിരക്കണക്കിന് ഹോസ്പിറ്റലുകൾ, പ്രത്യേകിച്ച് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അവിടെയൊക്കെ ഈ മോഡൽ അതേപടി നടപ്പാക്കാൻ പറ്റുമോ? ഈ പുതിയ മെഡിക്കൽ ഉപകരണങ്ങളുടെ വില,
മരുന്നുകളുടെ റിസർച്ചും പ്രൊഡക്ഷനും വലിയ ബിൽഡിങ്ങുകളുടെ മെയിൻ്റനൻസ്, നല്ല ശമ്പളം കൊടുത്ത് ഡോക്ടർമാരെയും സ്റ്റാഫിനെയും നിർത്തുന്നത്, ഇതിനൊക്കെയുള്ള പണം എവിടുന്ന് വരും? ഒരു സിസ്റ്റം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഫൈനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ 5 രൂപയുടെ മാതൃക ഒരു മോറൽ കോമ്പസായിട്ട് കാണാം, പക്ഷെ അതൊരു യൂണിവേഴ്സൽ എക്കണോമിക് മോഡൽ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി. സാമ്പത്തികമായ നിലനിൽപ്പ് വേണം, സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരില് ഡോക്ടർ ഡാനിയലിന്റെ ആ പ്രവൃത്തികള് അതിനെങ്ങനെയാ കാണുക? മെഡിസിൻ ഒരു ബിസിനസ്സാണ് എന്ന് പറഞ്ഞിട്ട് രോഗിയുടെ ഒരു നിസ്സഹായാവസ്ഥയെ മുതലെടുക്കുന്നത്, അത് വെറും നടത്തിപ്പിലൊരു പ്രശ്നം മാത്രമാണോ? അതീ പറഞ്ഞ കച്ചവടവൽക്കരണത്തിന്റെ ഒരു ഭീകരമായ രൂപമല്ലേ? സിനിമയിൽ കാണിക്കുന്നില്ലേ, ലാഭം കൂട്ടാൻ വേണ്ടി മാത്രം ആവശ്യമില്ലാത്ത സർജറി ചെയ്യുന്നത്, നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ടെങ്കിലും സിസേറിയനെ നിർബന്ധിക്കുന്നത്. ഇതൊക്കെ വെറും നിയന്ത്രണമില്ലായ്മ എന്നതിനപ്പുറം ആ ഡോക്ടർ എടുക്കുന്ന പ്രതിജ്ഞയുടെ ലംഘനം തന്നെയല്ലേ അത്? അല്ലല്ല, ഞാൻ ഒരിക്കലും ഡാനിയലിന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. അത് വൈദ്യശാസ്ത്ര ധാർമ്മികതയുടെ ലംഘനമാണ്, ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. എന്റെ വാദം അതല്ല. എന്റെ വാദം ഈ കൊമേഴ്ഷ്യലൈസേഷൻ അഥവാ വാണിജ്യവൽക്കരണം എന്ന ആശയം അത് സ്വയം ഒരു തിന്മയാണോ എന്നുള്ളതാണ്. ഒരു ആശുപത്രി നടത്താൻ പണം വേണം. ആ പണം കണ്ടുപിടിക്കാൻ ഒരു സിസ്റ്റമാറ്റിക് വഴി വേണം. പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ലാഭത്തിലോടുമ്പോഴാണ് അവിടെ പുതിയ ടെക്നോളജിയും നല്ല ഡോക്ടർമാരുമൊക്കെ വരുന്നത്. പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ ലാഭമുണ്ടാക്കാനുള്ള ശ്രമം എപ്പോഴാണ് ധാർമ്മികതയുടെ ആ അതിര് കടക്കുന്നത് എന്നതിലാണ്. ഡാനിയലിന്റെ കേസിൽ ലാഭം മാത്രമാണ് ലക്ഷ്യം. രോഗിയുടെ ഒരു നലൻ, ഒരു വെൽബീങ് അതവിടെ വിഷയമേ അല്ല. അവിടെയാണ് റെഗുലേഷൻസ്, ട്രാൻസ്പെറൻസി, നിയമ നടപടികളൊക്കെ വേണ്ടിവരുന്നത്. ഒരു ധാർമ്മികമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു റീസണബിൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ മോഡലുകൾ സാധ്യമല്ലേ? ഡാനിയലിന്റെ പ്രവൃത്തികൾ കൊമേഴ്ഷ്യലൈസേഷന്റെ ഏറ്റവും വേഴ്സ്റ്റ് മുഖമാണ്. പക്ഷെ അത് മാത്രമാണ് ഓപ്ഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഈ നിയന്ത്രണങ്ങളെയും നിയമ നടപടികളെയും കുറിച്ചൊക്കെ പറയുന്നു, പക്ഷേ സിനിമയിൽ നമ്മൾ കാണുന്നത് ആ സിസ്റ്റം ഫെയിൽ ആവുന്നൊരു ചിത്രമല്ലേ? ഡോക്ടർ ഡാനിയലിനെ പോലുള്ളവർ അവരുടെ പവറും ഇൻഫ്ലുവൻസും വെച്ച് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. സാധാരണക്കാരൻ വീണ്ടും ചൂഷണം ചെയ്യപ്പെടുന്നു. അങ്ങനൊരു സിറ്റുവേഷനിൽ നീതി കിട്ടില്ലെന്ന് വരുമ്പോൾ മാന്ത്രികൻ നിയമം കയ്യിലെടുക്കുന്നതിനെ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അത് ആ സിസ്റ്റത്തോടുള്ള ഒരു എക്സ്ട്രീം റിയാക്ഷനായിട്ട്, ഒരു തരം സിംബോളിക് റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടുകൂടെ? ഒരുപക്ഷേ ഈ നിലവിലുള്ള സംവിധാനങ്ങൾ ഫെയിൽ ആവുമ്പോഴാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നതെന്നല്ലേ സിനിമ പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ആ ചോദ്യത്തിൽ ഒരു ഇമോഷണൽ ആംഗിൾ മനസ്സിലാക്കുന്നുണ്ട്. സിസ്റ്റം ഫെയിലാകുമ്പോൾ ആളുകൾക്ക് നിരാശയും ദേഷ്യവും ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ക്ഷമിക്കണം, മാന്ത്രികന്റെ ആ രീതികൾ, ഈ തട്ടിക്കൊണ്ടുപോകൽ, വയലൻസ്, അതിനെ ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാനോ ന്യായീകരിക്കാനും പറ്റില്ല. അത് നിയമവിരുദ്ധമാണ്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ പോകൂ. 2 തെറ്റുകൾ ചേർന്നാൽ ഒരു ശരിയാവില്ലല്ലോ. സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് സിസ്റ്റത്തിലൂടെ തന്നെയാണ്. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, സമയമെടുക്കുമായിരിക്കാം. പക്ഷേ നിയമം കയ്യിലെടുക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ശരിയല്ല. മാന്ത്രികന്റെ പ്രവൃത്തികൾ ഒരുപക്ഷെ സിനിമയിലൊരു ഡ്രമാറ്റിക് എലമെന്റായിട്ട് ഉപയോഗിച്ചതാവാം. അത് സിസ്റ്റത്തിന്റെ വീഴ്ച കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. എന്നാൽ റിയൽ വേൾഡിൽ അതൊരു പ്രായോഗികമായ പരിഹാരമല്ല, നല്ലതുമല്ല. അത് ശരിക്കുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും ചിലപ്പോൾ ഈ ഫീൽഡിലുള്ള എല്ലാ ഡോക്ടർമാരെയും സംശയത്തോടെ കാണാനുമൊക്കെ അത് കാരണമാകും. അപ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. ഈ പറഞ്ഞ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ, നടത്തിപ്പിലെ ബുദ്ധിമുട്ടുകൾ, ഇതിനിടയിൽ സേവനം എന്നൊരു ഐഡിയൽ, അതിന് ഇന്നത്തെ മെഡിക്കൽ ഫീൽഡിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഡോക്ടർമാരോൺ കാണിച്ചു തന്ന ഒരു സ്പിരിറ്റ് അത് നിലനിർത്താൻ പറ്റുമോ? അതോ അതൊക്കെ പഴയകാലത്തെ കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണോ? കാലഹരണപ്പെടാൻ പാടില്ല. അതുതന്നെയാണ് ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ. പക്ഷേ ആ സേവനത്തെ ഇന്നത്തെ ലോകത്ത് എങ്ങനെ പ്രാക്ടിക്കലാക്കാം? അതാണ് ചോദ്യം. ഒരു പക്ഷേ ഉത്തരം ഈ 2 എക്സ്ട്രീമിലുമല്ല, മറിച്ച് ഒരു ബാലൻസിലാണ്. അതായത് ഫൈനാൻഷ്യലി സസ്റ്റൈനബിൾ ആയിരിക്കണം, അതേസമയം ധാർമ്മികമായ മൂല്യങ്ങളിൽ നിന്നും മാറാനും പാടില്ല. രോഗിയുടെ വെൽഫെയർ, അതിനായിരിക്കണം എപ്പോഴും പ്രയോറിറ്റി. ഇതിന് നല്ല ഗവൺമെന്റ് ഓവർസൈറ്റ് വേണം. പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിന്റെ നല്ല ഇടപെടൽ വേണം. ട്രാൻസ്പെറൻസി വേണം. ലാഭമുണ്ടാക്കുന്നത് തെറ്റല്ല, പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കുന്നു, ആ ലാഭം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു,
അതാണ് പ്രധാനം. രോഗിയെ ചൂഷണം ചെയ്യാതെ ഒരു ഫെയർ രീതിയിൽ പ്രവർത്തിച്ച് അതേസമയം ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ സാധ്യമാക്കുന്ന ഒരു വഴി അത് കണ്ടുപിടിക്കണം. എളുപ്പമല്ല, പക്ഷേ അസാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഒരു അവസാനവാദം ഇതാണ്. വൈദ്യശാസ്ത്രത്തിൽ ലാഭം എന്നത് ഒരിക്കലും ഒരു പ്രാഥമിക ലക്ഷ്യമാവരുത്. അത് സേവനം കൊടുക്കാനുള്ള ഒരു ഉപകരണം, ഒരു ടൂൾ മാത്രമായിരിക്കണം. ഡോക്ടർമാരോന്റെ മാതൃക, അതിന്റെ പ്രായോഗികതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു അടിസ്ഥാന തത്വമാണ്. എപ്പോഴാണോ ലാഭം പ്രധാന ലക്ഷ്യമാകുന്നത്, അപ്പോ ഡോക്ടർ ഡാനിയലിനെ പോലുള്ളവർ വരും. അത് ഈ പ്രൊഫഷന്റെ ഒരു മഹത്വത്തെയും വിശ്വാസ്യതയും ഇല്ലാതാക്കും. സിനിമ ശരിക്കും ഈ ഒരു അപകടത്തെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്റെ ഭാഗത്തു നിന്നൊരു സംഗ്രഹം പറഞ്ഞാൽ, ഡോക്ടർ മാറോൺ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സേവന മനോഭാവം, ആ ഐഡിയലിസം, അത് വൈദ്യശാസ്ത്രത്തിന് എന്തായാലും വേണം. പക്ഷേ ഇന്നത്തെ ലോകത്ത് ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ എല്ലാവർക്കും കിട്ടാൻ ആവശ്യമായ വലിയ റിസോഴ്സസും അതിന്റെ നടത്തിപ്പിലെ കോംപ്ലക്സിറ്റീസും അതിനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. സിനിമയിലെ ഡോക്ടർ ഡാനിയൽ കാണിക്കുന്ന പോലത്തെ അധാർമികമായ ചൂഷണങ്ങൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അത് തടയുക തന്നെ വേണം. അപ്പോ ഇവ രണ്ടിനുമിടയിൽ, അതായത് സേവനത്തിനും ഒരു സസ്റ്റൈനബിൾ നടത്തിപ്പിനുമിടയിൽ ഒരു ധാർമ്മികമായ ബാലൻസ് കണ്ടെത്തുക, അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. അതെ, ഈ സംഭാഷണം തന്നെ വ്യക്തമാക്കുന്നൊരു കാര്യം, വൈദ്യശാസ്ത്രത്തിലെ ഈ സേവനവും കച്ചവടവും തമ്മിലുള്ള ബന്ധം അത് വളരെ സങ്കീർണമാണ്. ഒരുപാട് വശങ്ങളുണ്ടതിനെ. മേഴ്സൽ സിനിമ അതിലെ കഥാപാത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും ഈ ഒരു സംഘർഷത്തെക്കുറിച്ച് നമ്മളെ ശരിക്കും ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഓരോ ഭാഗത്തിനും അതിൻ്റേതായ ന്യായങ്ങളുണ്ട്, പരിമിതികളുണ്ട്. ഈ വിഷയത്തിൽ ഇനിയും ഒരുപാട് സംസാരിക്കാനും വിശകലനം ചെയ്യാനും സാധ്യതകളുണ്ട്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ നോക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണമായ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ.